എന്നെ കാണാനായിട്ട് വന്ന ഒരു ടീച്ചറുടെ അനുഭവം പറയാം. ഈ ടീച്ചർ 5 മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കപ്പിളാണ്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു. 27 വയസ്സിലാണ് ഇവരുടെ കല്യാണം കഴിയുന്നത്. അവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം അവരധികം വൈകാണ്ട് തന്നെ അനുഗ്രഹിച്ചു. ഫസ്റ്റ് പ്രഗ്നൻസി കിട്ടി. 28ാമത്തെ വയസ്സിൽ ഫസ്റ്റ് പ്രഗ്നൻസി. അങ്ങനെ ഡെലിവറിയുടെ സമയമായി. ഡെലിവറിക്ക് വേണ്ടി ആശുപത്രി ചെന്നു. ആ ഡോക്ടർ പക്ഷെ അങ്ങനെ കാത്തിരിക്കണ ഡോക്ടറൊന്നും ആയിരുന്നില്ല. ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴേക്കും ഗർഭപാത്രം വികസിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾ സിസേറിയൻ ചെയ്തു. അങ്ങനെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഡെലിവറി റിലേറ്റഡ് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച 5 ദിവസം കഴിഞ്ഞ് അവരെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോയി. ഡെലിവറി കഴിഞ്ഞ് 1.5 മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ ഇനി 3 വർഷം കഴിഞ്ഞിട്ടേ അടുത്ത കുഞ്ഞിനെ നോക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ 28 വയസ്സിൽ ആദ്യത്തെ കുഞ്ഞുവാവനെ കിട്ടി. 3 വർഷം കഴിഞ്ഞ് അവർ അടുത്ത പ്രഗ്നൻസിക്ക് നോക്കാനായിട്ട് തുടങ്ങി. 31 വയസ്സ് 32 വയസ്സുള്ള സമയത്താണ് അടുത്ത പ്രഗ്നൻസിക്ക് വേണ്ടി അവർ ട്രൈ ചെയ്തത്. ദൈവം അനുഗ്രഹിച്ച് അധികം വൈകാതെ തന്നെ അവർക്ക് പ്രഗ്നൻസി കിട്ടി. അങ്ങനെ 32ാമത്തെ വയസ്സിലാണ് അവരുടെ 2ാമത്തെ പ്രഗ്നൻസി. അങ്ങനെ 2ാമത്തെ പ്രഗ്നൻസി അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി. മാസം തികഞ്ഞു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ സിസേറിയൻ ആയ കാരണം ഇപ്രാവശ്യം നമുക്ക് സിസേറിയൻ ചെയ്യാം. അങ്ങനെ സിസേറിയൻ ചെയ്തു. 2ാമത്തെ സിസേറിയൻ കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മനോഹരമായിട്ടുള്ള ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ 1.5 മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസി. ഓക്കെ, അങ്ങനെ 32ാമത്തെ വയസ്സിലാണ് ഇവരുടെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞത്. ഇനി 5 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ 37ാമത്തെ വയസ്സായി. 37ാമത്തെ വയസ്സിൽ ഇവർ ട്രൈ ചെയ്യാൻ തുടങ്ങി. അടുത്ത കുഞ്ഞുവാക്ക് വേണ്ടി ഇവർ ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ ട്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ പ്രഗ്നൻസിയൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2ാമത്തെ പ്രഗ്നൻസിക്ക് അധികം കാത്തിരിപ്പൊന്നുമില്ല, 2-3 മാസം കൊണ്ട് കിട്ടി. ഇത് 37ാമത്തെ വയസ്സിൽ ട്രൈ ചെയ്തിട്ട് കിട്ടണില്ല. മാസങ്ങളോളം ഇവർ ട്രൈ ചെയ്തിട്ടും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാനായിട്ട് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞുവാവനെ വേണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടണില്ല. ഞാൻ ഇവർക്ക് മരുന്നുകൾ കൊടുത്തു. അങ്ങനെ അവർ ട്രൈ ചെയ്തു, കൺസീവ് ചെയ്തു. സ്കാനൊക്കെ ആയിട്ട് അവരെന്നെ കാണാനായിട്ട് വന്നു. ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞു. 2ാമത്തെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് മിസ്കാരേജ് ആയിരുന്നു. മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഗർഭം അലസിപ്പോയി. ഇറ്റ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ അവരുടെ 3ാമത്തെ പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോയി. അപ്പോൾ ഇവർ ചോദിച്ചു, ഡോക്ടർ ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ ട്രൈ ചെയ്യാൻ പറ്റും? ഇനി അടുത്ത 1 വർഷം കഴിഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞു അല്ല, 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ നോക്കാം. വയസ്സ് കുറയ്ക്കണ ഗുളിക എൻ്റെ കയ്യിലില്ല, ചിലപ്പോൾ നിങ്ങളുടെ മറ്റേ ഡോക്ടറുടെ കയ്യിലുണ്ടാവും, എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയോളൂ. ഞാൻ അവർക്ക് നല്ല വിറ്റാമിൻ ഗുളികളൊക്കെ കൊടുത്തു വിട്ടു. അവർ ലേറ്റ് ആക്കിയില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ട്രൈ ചെയ്തു. അവർ കൺസീവ് ചെയ്തു. അവർ തിരിച്ചു തന്നെ കാണാനായിട്ട് വന്നു. പ്രഗ്നൻസി മനോഹരമായിട്ട് മുന്നോട്ട് പോയി. 2 സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് പിന്നെ സാധാരണ ഇതിൽ നമ്മൾ 3ാമത്തെ നോർമലിനെ ട്രൈ ചെയ്യാറില്ല. വി ഗോ ഫോർ എലക്റ്റീവ് സിസേറിയൻ. അങ്ങനെ സിസേറിയൻ ചെയ്തു. കുഞ്ഞാവനെ പുറത്തെടുത്തു. ഒരു കുഞ്ഞിന് കൂടി അവർക്ക് കിട്ടി. എത്രാമത്തെ സിസേറിയനാ? 3ാമത്തെ സിസേറിയൻ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ മക്കൾ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. 5 പിള്ളേരെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അധികം ലേറ്റ് ആക്കണമെന്നൊന്നുമില്ല, 9 മാസം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, ഡോക്ടറെ അപ്പോൾ ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാ, 2ാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ എത്ര കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞേ? 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം എത്ര നാൾ കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം? 5 കൊല്ലാണോ അതോ 7 കൊല്ലാണോ? അല്ലേ, ആ ഓർഡർ അനുസരിച്ച് പണി. ഇനി 7 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 38 വയസ്സുള്ള ഇവർ ഇനി 7 കൊല്ലം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ എത്ര വയസ്സാവും? 45 വയസ്സാവും. 45 വയസ്സിൽ ട്രൈ ചെയ്തിട്ട് ഇനി കുഞ്ഞുവാനെ കിട്ടുമോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുവാവനെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 9 മാസം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വേണ്ടി നോക്കി തുടങ്ങാം. തമ്പരാൻ തരണമെങ്കിൽ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അവർ പോയിട്ടുണ്ട്. അപ്പം ഈ 5ഉം 7ഉം കൊല്ലത്തിന്റെ കഥയും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുവാവന്മാരുണ്ടാവോ? ഉണ്ടാവില്ല. സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ്. സാത്താൻ പറയണ നുണകൾ വിശ്വസിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം സാത്താൻ വളരെ ഹാപ്പി ആവും. കാരണം എന്താ? ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ നന്മ പ്രവൃത്തികൾ ചെയ്യും. അവൻ അവൻ്റെ അപ്പനെയും അമ്മേനെയും സ്നേഹിക്കും, അവൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കും, അവൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ സ്നേഹിക്കും. അവൻ ജോലി ചെയ്യും, അവൻ നന്മ ചെയ്യും. ജോലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നന്മയാണ്. അത് എന്ത് ജോലി ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഒരു ഡ്രൈവറുടെ ജോലി ആയിക്കോട്ടെ, ഒരു മെക്കാനിക്കിൻ്റെ ജോലി ആയിക്കോട്ടെ, ഒരു ഇലക്ട്രീഷ്യൻ്റെ ജോലി ആയിക്കോട്ടെ, പ്ലംബിങ്ങിൻ്റെ ജോലി ആയിക്കോട്ടെ, IT ജോലി ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, ജോലി എന്ന് പറയുന്നത് ഒരു നന്മയാണ്. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു നന്മയാണ്. അതിന് നമ്മൾക്ക് കൂലി കിട്ടുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പം ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പം ജോലി ചെയ്യുന്ന സാധ്യത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു സാധ്യത ഈ ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാലുണ്ട്. സാത്താൻ നുണയനും നുണയുടെ പിതാവുമായതുകൊണ്ട് സാത്താന് കൃത്യമായിട്ട് അറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് തടയാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അവന് ഈ ഭൂമിയിൽ നന്മ വർദ്ധിക്കുന്നത് തടയാൻ പറ്റും. അതുകൊണ്ടാണ് സാത്താന്റെ ഒന്നാന്തരമായിട്ടുള്ള പോളിസി എന്ത്? കുഞ്ഞുങ്ങളെ കുറയ്ക്കുക, പ്രസവം നിർത്തുക,
കുഞ്ഞുങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുക. 7 കൊല്ലം കഴിഞ്ഞിട്ട് മതി ഇനി അടുത്ത പ്രഗ്നൻസി എന്ന് പറയുക. 28 വയസ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറയുക. ചില കുടുംബങ്ങളിൽ പെൺകുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കും, PCOD എൻഡോമെട്രിയോസിസ് ഒക്കെ ആയിട്ട് ഞങ്ങളെ കാണാനായിട്ട് വരുന്ന സ്ത്രീകളുടെ അടുത്ത്, പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും, ഡോക്ടറെ ഇപ്പോഴൊന്നും കല്യാണം വേണ്ട, 28 വയസ്സ് കഴിഞ്ഞിട്ട് മതി. ഇനി ഇപ്പം 28 വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് വിശ്വസിച്ചോ? ഏത് ഇപ്പം തന്നെ അങ്ങോട്ട് 28 വയസ്സ് കഴിഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് കല്യാണം കഴിച്ചോ? അല്ല പോരെ, 28 ആയി എന്ന് ഇപ്പോൾ റെക്കോർഡിൽ വരണമെന്നുണ്ട്. ഇപ്പം തന്നെ അങ്ങോട്ട് വിശ്വസിച്ചു 28 ആയി അങ്ങോട്ട് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കോ. 28 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന കുറേ പെൺകുട്ടികളും കുറേ മനുഷ്യരും ദമ്പതികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിന് മുൻപിൽ ജീവന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവ ദമ്പതികളോടായിട്ട് അവർ നമ്മളോട് എല്ലാവരോടുമായിട്ട് പറയുന്നത്, ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യു മേ ഹാവ് ടു ഡിനൈ ദം സർട്ടൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് കംഫർട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചില സുഖ സൗകര്യങ്ങൾ നിഷേധിച്ചാലും കുഴപ്പമില്ല, ബട്ട് നെവർ ഡിനൈ ദം ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നിഷേധിക്കരുത്. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ ഇൻ ഹ്യൂമാനിറ്റി. അതവരെ മനുഷ്യത്വത്തിൽ വളരാനായിട്ട് സഹായിക്കും. മനുഷ്യജീവന്റെ മനോഹാരിത അതിന്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും മനസ്സിലാക്കാനായിട്ട് അതവരെ സഹായിക്കും. ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ ഇൻ ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു റിയലൈസ് ദ ബ്യൂട്ടി ഓഫ് life in all its ages and in all its variety. എൻ്റെ 6ാമത്തെ മോനുണ്ട്. ഓക്കെ, 5 പേര് സ്കൂളിൽ പോകും. അപ്പോൾ ഈ 6ാമത്തോൻ 2.25 വയസ്സ്, ഇപ്പം അവന് 2.5 വയസ്സ് പ്രായമായി. അപ്പോൾ ഈ 2.5 വയസ്സുകാരൻ മൂത്തവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരണ സമയമുണ്ട്, 4:20 4:25 ആകുമ്പോൾ ഇവർ വരും. അപ്പോൾ ഇവൻ ആ സമയമാകുമ്പോഴേക്കും ചെറുപ്പമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിയുടെ കൂടെ ഇവൻ അവരെ ബസ്സിൽ നിന്ന് ഇറങ്ങണോടത്തേക്ക് കൂട്ടാനായിട്ട് പോകും. ചില ദിവസങ്ങളിൽ ഇവൻ വീടിൻ്റെ വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ടാവുള്ളൂ. ചേച്ചി ചിലപ്പോൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ വാതിൽക്ക് നിൽക്കണ്ടാവും. അപ്പം എൻ്റെ മൂത്തത് മോളാണ്. 2ാമത്തെ മോനും ഇവനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പം ഇവൻ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഇവനിങ്ങനെ കയ്യും പൊക്കി നിൽക്കണ്ടാവും. അവനാണെങ്കിൽ ഓടി വന്നിട്ട് ഇവനെടുത്തിട്ട് തോളത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവർ 2 പേരും കൂടി മേളക്കടിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവന്റെ ചേട്ടനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ചേട്ടൻ ഇവന് കൊടുക്കുന്ന സ്നേഹം, പരസ്പരമുള്ള ആ സ്നേഹബന്ധത്തിലും സന്തോഷത്തിലും ഇവർ വളരുകയാണ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നൽകുക. യു മേ ഹാവ് ടു ഡിനൈ ദം സർട്ടൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് കംഫർട്ട്സ്. ചില സുഖ സൗകര്യങ്ങൾ നിങ്ങൾ അവർക്ക് നിഷേധിച്ചാലും കുഴപ്പമില്ല, ബട്ട് നെവർ ഡിനൈ ദം ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് എന്ത് നിഷേധിക്കരുത്? സഹോദരങ്ങളുടെ സാന്നിധ്യം. ദാറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. അപ്പോൾ മറ്റ് മനുഷ്യര് നമ്മളെ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. ചിലർ ഇന്നലെ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, MBBS ബാച്ച്മേറ്റിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്കേ പോയുള്ളൂ, കാരണം വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആയുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ 7ാമത്തെ കുഞ്ഞുവാവി ഉണ്ടായ വിശേഷം ഞാൻ അവരുടെ അടുത്ത് പങ്കുവെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഫിൻഡോ ഇവിടെ 2 എണ്ണത്തിനെ തന്നെ നോക്കാൻ പറ്റണല്ലോ ഒരാൾ. മറ്റേ ആൾ പറഞ്ഞു 3 എണ്ണത്തിനെ തന്നെ നോക്കാനുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു 2 പേരെ നോക്കണേക്കാൾ എളുപ്പമാണ് 3 പേരെ നോക്കാൻ, 3 പേരെ നോക്കണേക്കാൾ എളുപ്പമാണ് 4 പേരെ നോക്കാൻ, അല്ലേ? കഷ്ടപ്പാടുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഓരോ കുഞ്ഞുങ്ങളും കൂടുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സന്തോഷവും അനുഗ്രഹവും നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിക്കുന്നു. ഉള്ള പിള്ളേരെ തന്നെ നന്നായിട്ട് നോക്കാൻ പറ്റണില്ല എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങൾ, ജീവൻ അനുഗ്രഹമാണെന്ന് പ്രഘോഷിക്കുന്ന കുടുംബങ്ങൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. നമ്മളൊരു പക്ഷേ മദർ തെരേസ ചെയ്തതുപോലെ തെരുവിൽ അലയുന്ന മനുഷ്യരെ എടുത്ത് നോക്കണമെന്നും ഉണ്ടാവില്ല. പക്ഷെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തുകയും അവരെ ദൈവവിശ്വാസത്തിൽ വളർത്തുകയും നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നൽകാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ വിറ്റ്നസിങ്, സാക്ഷ്യമാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലൂടെ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. ചിൽഡ്രൻ ആർ എ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് ആ മക്കളെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്.